ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു കൂട്ടക്ഷരമാണ്. വാക്കുകളിലൂടെ നമുക്ക് അക്ഷരം പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വായോ. ഏതാണ്? ആ അല്ലേ? ആ. ഇതെന്താ? മ. കണ്ട? എന്തായിരിക്കും ഇത്? കുറേ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണണം. ത പഠിപ്പിച്ചു, വീണ്ടും ഒരു ത. അപ്പൊ എന്തായി? കൂട്ടി എഴുതുമ്പോ ത അല്ലേ? യെസ്. അതേപോലെ ന നമ്മൾ എഴുതി, അടുത്തൊരു നായും കൂടെ എഴുതുമ്പോ ന അല്ലേ? ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ എഴുതിയത്? മായ എഴുതി, ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു? അടുത്ത മായും കൂടെ ചേർത്ത് എഴുതുന്നു. അപ്പൊ എന്താ പറയാ? ഉമ്മ. എന്താണ്? ഉമ്മ. മനസ്സിലായോ? കൂട്ടക്ഷരം ഉമ്മ. ഓക്കെ, എങ്ങനെ എഴുതുക? മനസ്സിലായോ? ഒന്ന് എഴുതി കാണിക്കാൻ മനസ്സിലാവും. നോക്കിയിരിക്കുക. മായ എഴുതുക, മാച്ചിട്ട് എഴുതാം. മായ എഴുതുക, അതിലൂടെ തന്നെ ഇങ്ങനെ എടുക്കുക. കണ്ടോ? ഒരു മാ നമ്മൾ എഴുതി, അടുത്ത മായും കൂടെ. കണ്ടോ? അടുപ്പിച്ച് എഴുതുന്നു. അതാണ് ഉമ്മ. ഉമ്മ. എന്താണ്? ഉമ്മ. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നുകൂടെ ഇങ്ങനെ എഴുതുക, വീണ്ടും അങ്ങനെ തന്നെ എടുത്തിട്ട് കണ്ടോ? ഇവിടെ ഒന്നും കുറഞ്ഞു പോണില്ല. മനസ്സിലായോ? കഴിഞ്ഞ അക്ഷരങ്ങളിലൊക്കെ നമ്മൾ തായും തായും എടുത്തപ്പോ എന്താ സംഭവിച്ചേ? നമ്മൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ? എന്നിട്ട് ഇങ്ങനെ ചേർക്കുകയാണ് ഉണ്ടായത് അല്ലേ? ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ നോക്കിയേ, ഇവിടെ ഒന്നും കളയാനില്ല. മാ കണ്ടാ? ശേഷം വീണ്ടും ഇങ്ങനെ എടുക്കുന്നു, വീണ്ടും ഒരു മായും കൂടെ. അപ്പൊ എന്തായി? ഉമ്മ. കിട്ടിയാ? ഒന്നുകൂടെ എഴുതി നോക്കിയാലോ. മാ അങ്ങനെ തന്നെ എടുത്തിട്ട് വീണ്ടും ഉണ്ടോ? എന്താണിത്? ഉമ്മ. എന്താണ്? ഉമ്മ. അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്ന കൂട്ടക്ഷരാണ് എന്ത്? ഉമ്മ. എന്താണ്? ഉമ്മ. അപ്പൊ നമ്മൾ ഒരെണ്ണം പഠിച്ചു, അമ്മ. അടുത്തത് ഉ. ഉമ്മ. കണ്ടാ? ഉമ്മ നൽകുക. അമ്മ ഉമ്മ നൽകുന്നു. ഉമ്മ. കിസ് ചെയ്യാന്ന് പറയില്ലേ? അമ്മ കിസ് ചെയ്യാറില്ലേ? ഇല്ലേ? അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും അല്ലേ? നമ്മൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് നമുക്ക് ഉമ്മ തരാറുണ്ട് അല്ലേ? ഇതാരാണ്? അമ്മ അല്ലേ? അമ്മ. അമ്മ ഉമ്മ നൽകുന്നു. ഓക്കെ, യെസ്. അടുത്തത് ക. മ. ഇൽ. ഉണ്ടോ? കൂട്ടി വായിച്ചേ. ക മ ഇൽ. കൂട്ടി വായിക്കുമ്പോ കമ്മൽ. കിട്ടിയോ? കമ്മൽ. എന്താണ് കമ്മൽ? ഇയറിങ്സ് അല്ലേ? ഇയറിങ്സ് ആണ് കമ്മൽ. ഓക്കെ, നെക്സ്റ്റ് സ.
മ മാ ന അം. അപ്പൊ എന്താണ്? സ മാ നം. കൂട്ടി വായിക്കുമ്പോ സമ്മാനം. എന്താണ്? സമ്മാനം. എന്താണ് സമ്മാനം? ഗിഫ്റ്റ്. എന്താണ്? ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറില്ലേ നിങ്ങള്? ഗിഫ്റ്റ് കിട്ടാറുണ്ട്, ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അതാണ് സമ്മാനം. കണ്ടാ? പിന്നെ നമ്മൾ പഠിച്ച അക്ഷരാണ്. എഴുതുന്നത് എങ്ങനെയാന്ന് മറന്നു പോവരുത് കേട്ടാ. മാ കൂടെ തന്നെ ചേർത്ത് കണ്ടാ? ഉമ്മ. എന്താണ്? ഉമ്മ. അമ്മ, ഉമ്മ, കമ്മൽ, സമ്മാനം. അല്ലേ? നമ്മൾ ആദ്യമായിട്ട് ജനിച്ചിട്ട് വിളിക്കാൻ പഠിച്ച വാക്ക് ഏതായിരിക്കും? ഏത് വാക്കായിരിക്കും നമ്മൾ ആദ്യമായിട്ട് വിളിച്ചത്? കരയുമ്പോഴൊക്കെ. കരയുമ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോഴും അല്ലേ? കുഞ്ഞായിരുന്നപ്പോ നമുക്ക് പാല് കുടിക്കാൻ ആവശ്യമാണ് അല്ലേ? അപ്പൊ ആരെ വിളിച്ച് നമ്മൾ കരഞ്ഞിട്ടുള്ളത് കൂടുതലായിട്ടും? അമ്മ. ഉണ്ടാ? എന്താണ്? അമ്മ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അറിയാൻ വയ്യാത്ത അക്ഷരങ്ങൾ, അറിയാനും എഴുതാനും ബുദ്ധിമുട്ടുള്ള അക്ഷരങ്ങൾ എന്ത് ചെയ്യുക? കൂടുതലായിട്ട് പറഞ്ഞും എഴുതിയൊക്കെ പഠിക്കണം. ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കണം, ഉറക്കെ വായിച്ചു പഠിക്കണം. എങ്കിൽ മാത്രമാണ് പേരൻസിന് കറക്റ്റ് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരില്ല ടീച്ചറിന്റെ കുട്ടികൾക്ക്, എന്നാലും മനുഷ്യരല്ലേ, ചിലപ്പോൾ മിസ്റ്റേക്കൊക്കെ വരാം അല്ലേ? അങ്ങനെ എങ്ങാനും വന്നു പോയാൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് പേരൻസിന് പറ്റണം. അതിന് നിങ്ങൾ ഉറക്കെ പറഞ്ഞെഴുതി പഠിക്കണം, ഉറക്കെ വായിച്ചു പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.